രാവിലെ തന്നെ വൈജയന്തി ബാഗൊക്കെ റെഡിയാക്കി പുറത്തേക്കിറങ്ങി വരുന്നുണ്ട്. അമ്മ ഇതെവിടേക്കാ രാവിലെ എന്ന് ബബിത ചോദിക്കുമ്പോ, നിങ്ങള് അച്ഛനും മക്കളൊക്കെ അലീനയോടൊപ്പം ഈ വീട്ടിൽ താമസിച്ചോ? ഞാൻ ഇറങ്ങി തന്നേക്കാം. എനിക്ക് വാടക വീട് റെഡിയായിട്ടുണ്ട്. അവിടെ താമസിച്ച് നാളെ മുതൽ ഞാൻ ബാങ്കിൽ ജോലിക്ക് പോവാൻ തുടങ്ങും. അലീന പോയിട്ടെ ഞാൻ തിരിച്ചു വരുന്നുള്ളൂ. നിങ്ങൾ മക്കൾക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാം, മക്കൾക്ക് മാത്രം എന്നു പറയുവാണ് വൈജയന്തി. അലീന ചേച്ചിയെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല. അങ്ങനെ ബബിത പറഞ്ഞപ്പോ, എന്നാ ഞാനും വരുന്നില്ല. പിന്നെ രോഹിയേട്ടന്റെ കാര്യം പറയണോ? അലീന ചേച്ചി എവിടെയുണ്ടോ അവിടെ താമസിക്കാനാണ് ഞങ്ങളുടെ 3 പേരുടെയും തീരുമാനം എന്ന് കൃഷ്ണ മറുപടി കൊടുത്തു. അങ്ങനെ വൈജയന്തിയെ ജയിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അവളെ ഉടനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിലേ ഞാൻ ഡിവോഴ്സിന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാലചന്ദ്രന്റെ അവിഹിത സന്തതിയാണ് അലീന എന്ന് ഞാൻ അവിടെ വാദിക്കും. അപ്പോ നാണം കെടാൻ പോകുന്നത് ബാലചന്ദ്രൻ മാത്രമായിരിക്കില്ല, മക്കളായ നിങ്ങൾ 3 പേരും കൂടിയായിരിക്കും. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്നാലും അലീന ചേച്ചിയില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടാവില്ല എന്ന് ബബിത ഉറപ്പിച്ചു പറയുവാണ്. അത് കേട്ട് അലീന അവിടേക്ക് എത്തുവാണ്. മാഡം ഇപ്പോ എങ്ങോട്ടും പോവല്ലേ, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ മാഡത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. ആ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചു തന്നോളാം. ഒരാഴ്ച സമയം മാഡം എനിക്ക് താ, ഞാൻ ഇറങ്ങി തന്നേക്കാം. ഇത് അലീനയുടെ വാക്കാണ്, അത് ഞാൻ തെറ്റിക്കില്ല. ബബിതയും കൃഷ്ണയും രോഹിത്തൊന്നും ഇതിന്റെ പേരില് അമ്മയോട് വഴക്കിടാനൊന്നും പോവല്ലേ എന്ന് അലീന പറഞ്ഞത് കേട്ട് വൈജയന്തിയുടെ മുഖം തെളിയുവാണ്. നീ പറഞ്ഞ വാക്ക് ഞാൻ തൽക്കാലം വിശ്വസിക്കുവാണ്. ഒരാഴ്ച കഴിഞ്ഞ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നില്ലെങ്കില് ഞാൻ വാടക വീട്ടിലേക്ക് ഉറപ്പായും പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി മുറിയിൽ പോയി ബാഗൊക്കെ തിരിച്ചു കൊണ്ടുവയ്ക്കുവാണ്. അലീന ചേച്ചി, ഞങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ പാടില്ല. ഞങ്ങളെ വേണ്ടാത്തോണ്ടല്ലേ ചേച്ചി പോകുന്നേ എന്ന് ബബിത ചോദിക്കുമ്പോ, അല്ലടി, ഈ ജീവിതം മൊത്തം നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ കഴിയണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷെ അതിന് നടക്കില്ലല്ലോ. നിങ്ങളുടെ കുടുംബ പ്രശ്നം ഞാൻ കാരണം കോടതിയിൽ എത്താൻ പാടില്ല. ഒരു കുടുംബം തകർത്തിട്ട് ഞാൻ എങ്ങനെയാടി മോളെ നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്നത് എന്ന് അലീന ചോദിക്കുവാണ്. ഇനി ഞങ്ങള് അലീന ചേച്ചിയോട് മിണ്ടില്ല. അമ്മയ്ക്ക് വേണ്ടി അലീന ചേച്ചി ഇത്രയും വലിയൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങള് ചേച്ചി ഒന്ന് സ്നേഹിച്ച് കൊതി തീർന്നിട്ട് പോലുമില്ല, അതിനുള്ളിൽ പോവാണല്ലേ എന്നു പറഞ്ഞുകൊണ്ട് ബബിത ദേഷ്യത്തില് മുറിയിൽ കയറി കഥ കടയ്ക്കുവാണ്. രോഹിത് വന്ന്, എവിടേക്ക് പോവാനാ അലീന ചേച്ചിയുടെ പ്ലാൻ? എന്തെങ്കിലും വീട് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ, അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ട് പോലുമില്ല, എല്ലാം അച്ഛനെ വിട്ടുകൊടുത്തിരിക്കുക. അച്ഛൻ കണ്ടെത്തി തരുന്ന സ്ഥലം അതേതായാലും ഞാൻ അവിടെ സേഫ് ആയിരിക്കും. അങ്ങനെ അലീന മറുപടി കൊടുക്കുവാണ്. അലീന ചേച്ചി പോയാ എന്നെയും കൊണ്ടുപോവോ? നിങ്ങളില്ലാത്ത ഈ വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ചേച്ചിയോടൊപ്പം ഏത് വീട്ടിലും കഴിയാൻ തയ്യാറാണ്. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. പക്ഷെ എന്നെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോവല്ലേ ചേച്ചി എന്ന് പറഞ്ഞ് രോഹിത് അലീനയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുവാണ്. അങ്ങനെ എന്നെപ്പോലെ എവിടെങ്കിലും ജീവിക്കേണ്ടവരാണോ നീ? ഞാൻ വെറും വീട്ടുവേലക്കാരി. എന്നാ നീയോ? അച്ഛനുണ്ട്, പെങ്ങന്മാരുണ്ട്. അച്ഛന് കാലശേഷം ഈ കുടുംബം നോക്കേണ്ടവരാണ് നീ. ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കോളേജിൽ പോയി നന്നായി പഠിച്ച് എക്സാം പാസ്സാവണം. എന്നെ കാണണമെന്ന് തോന്നുമ്പോ നിനക്ക് എൻ്റെ അടുത്തേക്ക് ഓടിയെത്താലോ എന്ന് പറഞ്ഞ് അലീന റൂമിലേക്ക് പോവാണ്. അപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? എന്റെ ഈ പോക്ക് തടയാൻ എനിക്കൊരു നിമിഷം മതി. നീ വൈജ പ്രസവിച്ച മോളാണെന്ന് ഞാൻ ചെന്ന് അവളുടെ അടുത്ത് പറയട്ടെ. അപ്പൊ വൈജ നിന്നെ സ്വന്തം മകളായി അംഗീകരിച്ചേക്കും, സ്നേഹിച്ചേക്കും. എന്നാ അത് ബാലചന്ദ്രന്റെ അവസാനമാണ്, തോൽവിയാണെന്ന് തന്നെ പറയാം. വൈജയ്ക്ക് മുന്നിൽ ഞാൻ മുട്ടുമടക്കിയതുപോലെ ആവില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ, എന്റെ അച്ഛൻ തോറ്റിട്ട് അമ്മയുടെ സ്നേഹം എനിക്ക് വേണ്ട. ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള അനുവാദം മാത്രം, അത് മാത്രം അച്ഛൻ എനിക്ക് തന്നാ മതി. അച്ഛൻ ഇപ്പൊ ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ നിൽക്കാൻ മക്കള് 3 പേരുമില്ലേ? അലീന കാരണം ഈ കുടുംബം തകരാൻ പാടുണ്ടോ അച്ഛാ എന്ന് ചോദിക്കുവാണ് അലീന. ശരി, നിന്റെ ഇഷ്ടം പോലെ, നിന്നെ തടയാൻ ഞാൻ ആരുമല്ലല്ലോ. പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ നീ ഈ വീട്ടിൽ നിന്ന് പോയാലും ഞാൻ വൈജയന്തിയുമായി സന്തോഷത്തിൽ ജീവിക്കാൻ പോകുന്നില്ല.
തകരേണ്ട കുടുംബമാണെങ്കിലേ അത് തകർന്നിരിക്കും എന്നു പറഞ്ഞ് ബാലചന്ദ്രൻ പോവാണ്. ശേഷം ഗംഗേട്ടനെ കോൾ ചെയ്ത് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തിനാ ബാലചന്ദ്ര എന്നോട് ഇത്രയും ദൂരം വരാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ തന്നോട് ഇനി എന്നെ ഈ പ്രശ്നത്തില് ഇടപെടുത്തരുതെന്ന്. വൈജയെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതോടെ എന്റെ കടമ തീർന്നു എന്ന് ഗംഗേട്ടൻ പറയുവാണ്. അതെങ്ങനെ തീരും? ഞാനും വൈജയന്തിയും തമ്മിലുള്ള കല്യാണം മുന്നിൽ നിന്ന് നടത്തി തന്നത് നിങ്ങളല്ലേ? 25 വർഷങ്ങൾക്ക് മുൻപ് എന്റെ പെങ്ങളെ കെട്ടണമെന്നു പറഞ്ഞ് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് അപേക്ഷിച്ചതും നിങ്ങൾ തന്നെയല്ലേ? അതൊക്കെ മറന്നുപോയോ? അന്ന് എന്തുദ്ദേശത്തിലാ അത് പറഞ്ഞതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുടുംബത്ത് ചീത്തപ്പേരുണ്ടാക്കിയ പെങ്ങളെ എന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് നിങ്ങൾ എന്റെ വീട്ടുമുറ്റത്ത് വന്നതല്ലേ എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ കളിയാക്കുവാണ്. അല്ല ബാലചന്ദ്ര, വൈജയന്തിയോട് നിനക്കന്ന് പ്രണയം ഉണ്ടായിരുന്നില്ലേ? നീ അത് തുറന്നു പറഞ്ഞതല്ലേ? ആ സമയത്ത് എനിക്കതിന് സമ്മതിക്കാൻ പറ്റിയില്ല. നീ ഗൾഫിൽ പോയി ഒരുപാട് പണം ഉണ്ടാക്കി തിരിച്ചു വന്നപ്പോ അവളെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അത് വലിയ തെറ്റാണോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുവാണ്. ന്യായീകരണം കേൾക്കാനല്ല ഞാൻ തന്നെ വിളിപ്പിച്ചത്. സ്റ്റാൻലി ജോസഫ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? അയാളെ എനിക്കൊന്ന് കാണണം എന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെടുവാണ്. അതെങ്ങനെ എനിക്കറിയാം? വീണ്ടും കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കാനാണോ ബാലചന്ദ്രന്റെ പുറപ്പാട്? അതൊക്കെ കഴിഞ്ഞുപോയ കഥകളല്ലേ, അതൊക്കെ മറന്നേക്ക് എന്ന് ഗംഗേട്ടൻ പറയുവാണ്. എനിക്കങ്ങനെ കഴിഞ്ഞ കഥയൊന്നും മറക്കാൻ പറ്റില്ല. പുതിയ കഥ തുടങ്ങുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ സ്റ്റാൻലിയുടെ അഡ്രസ്സ് തന്നില്ലെങ്കിലേ ഞാൻ കഴിഞ്ഞ കഥകളൊക്കെ അറിഞ്ഞെന്ന് വൈജയന്തിയോട് ഇപ്പൊ തന്നെ പോയി പറയും എന്ന് പറയുവാണ് ബാലചന്ദ്രൻ. അത് കേട്ട് ഗംഗേട്ടൻ പേടിച്ച് സ്റ്റാൻലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അലീനെ ചെന്ന് ഒന്ന് കാണുന്നുണ്ട്. അച്ഛനൊരു യാത്ര പോവാണ്. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുവരെ എന്റെ മക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ, അല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയല്ലേ അച്ഛാ? എവിടേക്കാ പോകുന്നേ? ഒറ്റയ്ക്കാണോ? ഞാനും കൂടെ വരട്ടെ എന്ന് അവള് ചോദിക്കുവാണ്. ഇല്ല, സ്റ്റാൻലി ജോസഫ് എന്നൊരാളെ കാണാനാണ് ഞാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോ, അതാരാച്ചാ? ആ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അയാൾ എവിടെയാ താമസം? അച്ഛന്റെ കൂട്ടുകാരൻ വല്ലതുമാണോ എന്ന് ചോദിക്കുവാണ് അലീന. നമുക്കൊക്കെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് ആ കഥാപാത്രം. ഉടനെ തന്നെ അയാൾ ഇവിടേക്ക് എത്തും. അപ്പോ നിനക്കത് വലിയ സർപ്രൈസ് ആയിരിക്കും. നീ ആ സമയം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാ മതി എന്നു പറഞ്ഞ് ബാലചന്ദ്രൻ പുറപ്പെടുവാണ്. അയാൾ ആരായിരിക്കും? സ്റ്റാൻലി ജോസഫോ? അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അച്ഛന്റെ കൂട്ടുകാരനാണെങ്കിൽ എന്തുകൊണ്ട് അച്ഛനെ ഫോൺ ചെയ്യുകയോ ഈ വീട്ടിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അലീന ഇരിക്കുവാണ്. പിന്നീട് മനു ആ വീട്ടിലേക്ക് വരുവാണ്. നീ വീട്ടിൽ നിന്ന് പോവാണെന്ന് കൃഷ്ണമോള് വിളിച്ചു പറഞ്ഞു. എന്നോട് പോലും യാത്ര പറയാതെ പോവാണോ നീ? അത്രമാത്രം അന്യനാണോ നിനക്ക് ഞാൻ എന്ന് മനു ചോദിക്കുവാണ്. പോകുന്നത് പറഞ്ഞ മനുവേട്ടൻ സമ്മതിക്കില്ലല്ലോ. അതാ ഒന്നും പറയാതിരുന്നത്. മനുവേട്ടൻ എതിരൊന്നും പറയരുത്, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുവാണ് അലീന. ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് പോരായിരുന്നോ? നീ പോകേണ്ടത് ആർക്കാ ഇത്ര അത്യാവശ്യം? നീ പോകേണ്ടത് എന്റെ വീട്ടിലേക്കാണ് അലീന. ഞാൻ താലി കെട്ടിയ ഭാര്യയായിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം നിന്നെ. ഇനി വേറെ വീട് അന്വേഷിച്ച് അവിടെ വേലക്കാരിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിൽ കഴിയേണ്ടവളല്ലേ നീ? ബാലചന്ദ്രൻ അങ്കിള് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഞങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന്. ഇപ്പൊ വരാൻ നീ റെഡിയാണെങ്കിലേ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നു പറഞ്ഞ് മനു വിളിക്കുവാണ്. അതൊന്നും ശരിയാവില്ല മനുവേട്ട. മനുവേട്ടൻ എന്റെ കഴുത്തില് താലി കെട്ടിയെന്നറിഞ്ഞ മനുവേട്ടന്റെ അമ്മ എന്നെ ആ വീട്ടിലേക്ക് കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആട്ടി ഇറക്കില്ലേ അവര് എന്ന് അലീന ചോദിക്കുവാണ്. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അമ്മയെ എതിർക്കാൻ എനിക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിലോ ആ വീട്ടിലേക്ക് കയറ്റിയില്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം. അവിടെ ആരുടെയും ശല്യമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാം. ഒരു കുറവ് പോലും ഇല്ലാതെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് മനു ഉറപ്പ് നൽകുവാണ്. അതിനുള്ള സമയം വരട്ടെ മനുവേട്ടാ, ഇപ്പൊ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് അലീന വാശി പിടിക്കുവാണ്. അപ്പോ വേറെ പോകാമെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ആ നാട്ടിൽ നിന്ന് എന്നെപ്പോലെ എന്നേക്കാൾ സുന്ദരനായ ആരെങ്കിലും കണ്ടുപിടിച്ചാലേ അയാളെ നീ കല്യാണം കഴിച്ച് ജീവിക്കോ എന്ന് മനു ചോദിക്കുവാണ്. എന്താ മനുവേട്ട ഇത്? മനുവേട്ടനെ മറന്ന് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ?
മനുവേട്ടന്റെ കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ട്. എവിടെ പോയാലും എന്റെ മനസ്സിൽ മനുവേട്ടൻ മാത്രമേ ഉണ്ടാവൂ. എനിക്കൊരു ജീവിതം മനുവേട്ടനെ മറന്നുണ്ടാവില്ല എന്ന് പറയുവാണ് അലീന. ശരി, എനിക്ക് ഇത്രയും കേട്ടാ മതി. നിനക്ക് വേണ്ടി എത്ര നാള് കാത്തിരിക്കാനും ഞാൻ റെഡിയാണ്. ഏതായാലും നീ പോവല്ലേ, അപ്പൊ ഞാൻ തരുന്ന ഈ ചെറിയ സമ്മാനെങ്കിലും നീ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് മനു അലീനയ്ക്ക് ലക്ഷങ്ങൾ വിലയുള്ള നെക്ലേസ് നൽകുവാണ്. എന്നാ അത് വാങ്ങാൻ മടിച്ചു നിൽക്കുവാണ് അലീന. അത് കണ്ടുകൊണ്ടുവന്ന ബബിത, മനുവേട്ട ഇങ്ങനെ കൊടുത്താലൊന്നും അലീന ചേച്ചി അത് വാങ്ങില്ല. ഇത് ചേച്ചിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുവാണ്. അതൊന്നും വേണ്ട മോളെ, മനുവേട്ടന്റെ അമ്മ അറിഞ്ഞ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്ന് അലീന പറയുവാണ്. മനു അതൊന്നും കേൾക്കാതെ ആ മാലയെടുത്ത് അലീനയുടെ കഴുത്തിലിട്ട് കൊടുക്കുവാണ്. അതിന്റെ ഫോട്ടോ ബബിത ഫോണിൽ എടുക്കുന്നുണ്ട്. ശേഷം അത് കമലയ്ക്ക് അയച്ചു കൊടുക്കുവാണ് ബബിത. ആ ഫോട്ടോസ് കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് കമല. ശിവേട്ട, നിങ്ങൾ ഇത് കണ്ടില്ലേ? മനു ആ വേലക്കാരിയുടെ കഴുത്തില് താലി കെട്ടി. ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അലീനയുടെ കരണം നോക്കിയൊന്ന് കൊടുത്തിട്ട് ആ താലി പൊട്ടിച്ചെറിയാൻ പോവാം. അവളിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ ബാലചന്ദ്രൻ? അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് കമല പോകാൻ ഒരുങ്ങുവാണ്. എന്നാൽ ശിവേട്ടൻ കമലയെ തടഞ്ഞു നിർത്തി. എന്റെ കമലെ, നീ ഒന്ന് സമാധാനപ്പെട്. അത് ഒറിജിനൽ കല്യാണമൊന്നും അല്ലല്ലോ. ഇതിത്ര വലിയ സംഭവമായി നീ കരുതണ്ട. ഒരു നെക്ലേസ് അവൾക്ക് ഇട്ടുകൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. നീ അലീനയെ തല്ലാൻ ചെന്നെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞാ മതി. നിന്നെ ചൂലുകൊണ്ട് അടിച്ചിറക്കിയവനാ ബാലചന്ദ്രൻ. അത് നിനക്ക് ഓർമ്മയില്ലേ? നിന്നെ ആട്ടിയിറക്കി വിടും എന്ന് ശിവേട്ടൻ മറുപടി കൊടുക്കുവാണ്. അത് കേട്ട് കമല ബാലചന്ദ്രനെ പേടിച്ച് പോകാതെ അവിടെ തന്നെ നിൽക്കുവാണ്.